ഇതാ കണ്ടോളി 800 ഇത് സുമാഗിരിയാണ്. ഹലോ ഗായ്സ്, വയനാട് യാത്രയിലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പോകുന്ന ഒരു പ്ലേസിലേക്ക്. ഞാനും ഇക്കും, ഇതാണ് എന്റെ മൂത്താമന്റെ മോയിക്കു. അങ്ങനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ മുന്നേ. ഇപ്പൊ പോകുന്ന എണ്ണൂറ് അല്ലെങ്കിൽ എന്റെ നാട്. എണ്ണൂറ് നിലത്ത് വയനാട്ടിലൊരു പ്ലേസ് അല്ല, എന്റെ നാടല്ല, പേര് എണ്ണൂറ് നിലത്ത്. അവിടെ കാണാൻ പോന്നെ. അവിടുത്തെ കാഴ്ചയെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം, എങ്ങനെല്ലാം ഉണ്ടോ അവിടുത്തെ വൈബ് എന്ത് ചെയ്യുന്നല്ലോ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാം കാണാത്ത ആൾക്കാണ് കാണിക്കുന്നത്, ഞങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് നോക്കാം. അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണ്. മജ്ജല അടിപൊളി സീനല്ല, നോക്കാം. മഴ വന്നിട്ട് പോയിട്ടായി. നിങ്ങൾക്ക് കാണിക്കാൻ ക്യാമറ എടുക്കുമ്പോ മഴ നിന്നിട്ടായി. ആയെങ്കിൽ നല്ല മഴ വന്നിട്ട് പോയി. ആഹാ, എന്ത് ക്ലൈമറ്റ്, എന്ത് മജ, എന്ത് വൈബു, എന്തോ ഒരു മജ. ഇക്കോ എന്ത് മജ ഇക്കോ ഇവിടെ വയനാട്ടിൽ ഈ മഴ വരുമ്പോ അടിപൊളിയല്ലേ? നല്ല ക്ലൈമറ്റ്. നേരായിട്ടൊക്കെ ഇവർക്ക് ബരി ബൈ ഇങ്ങനെല്ലാം ചുറ്റിച്ച് പോയി. എന്ത് പിന്നെ നാട്ടിൽ തന്നെ മതി. പോയി വണ്ടി അടിക്ക് പോയി. ഗൈസ്, അങ്ങനെ പാർക്കിങ്ങിലെത്തി. 800 എത്തി. 800 എത്താനായിട്ടില്ല. 800 പാർക്കിംഗ് ആക്കണം. 50 ഉറുപ്പിക പാർക്കിംഗ് ഫീസ്. എന്നിട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ജീപ്പില ബസ്സിലാണെന്നതിൽ അറിയില്ല. എന്നിട്ട് അതിനെ കാണിക്കാൻ. അപ്പോൾ ടിക്കറ്റിൻ്റെ ഇവിടുത്തെ എൻട്രി ഫീസ് 50 ഉറുപ്പിക. 3 years old അല്ല വായിച്ചോളി. അജോ ടിക്കറ്റ് എങ്ങനെ റോഡ് എന്ത് കണക്ക് എങ്ങനെ? ടിക്കറ്റ് ഒരു ജീപ്പിന് 720 വരുത്ത 90 ഉറുപ്പിക. 320 ജീപ്പ്. ഇത് എൻട്രി ചാർജ് 400 നോക്കാം. 8 ആൾക്ക് പോവാം. ഒരു 10 ആളോളം കേറ്റുന്നു. 5 പൈസ എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. അപ്പൊ 10 പൈസ 5 പൈസ. അപ്പൊ 800 പോകാനുള്ള പ്രിപ്പറേഷൻ ടിക്കറ്റ് എല്ലാം കിട്ടി. ഭയങ്കര തണുപ്പുണ്ടല്ലോ. ജീപ്പിലാണ് കളിക്കുന്നത് ഇങ്ങനെ ഒരു കരങ്ങന്റെ കുഞ്ഞു തരും. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് പോറ്റാം. ഇല്ലെങ്കിൽ അവിടെ നടത്തിട്ട് വരാം. നമ്മളെ പേര് വെച്ചിട്ട് വെക്കും. ദൗസാദി ഈ കരങ്ങിന്റെ സ്പോൺസർ ദൗസാദാണ്. ഞങ്ങളെ ഫാമിലിന്റെ ഫസ്റ്റ് ജീപ്പ് പോയിക്കൊണ്ടുണ്ട്. അപ്പൊ ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെ 40ാമത്തെ ജീപ്പ് വന്ന്, നമ്മളെ 40ാമത്തെ നമ്പർ. അപ്പൊ ഇക്കു ഞാൻ അജ്ജു എല്ലാം പോയി കയറിയല്ല ഫാമിലി കയറിക്കൊണ്ട്. അപ്പൊ അതിനൊന്നും കാണിക്കുന്നില്ല, ബേജാറാക്കേണ്ട. അപ്പോൾ ഫാമിലി കയറ്റായ പിന്നെ ഞമ്മ കയറും. കയറ്റി ഞാൻ എന്താക്കൂ അവിടുത്തെ സീനെല്ലാം കാണിക്കും. അപ്പോൾ 40ാമത്തെ ജീപ്പ് വന്ന്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ 800 പോയിക്കൊണ്ടേ ഉള്ളൂ. 800 പോകുന്ന പയ്യാണിത്. അപ്പോൾ ഞാനും ഇക്കും ഫ്രണ്ട് അജ്ജു ബാക്കുന്നുണ്ട്. അപ്പോൾ അജ്ജിനെ എനിക്ക് കാണാൻ മിസ്സായി ഇപ്പോൾ പോകുമ്പോൾ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഈ നമ്മളെ 800 പോകുമ്പോഴേ ആ ഒരു വൈബ് നോക്കിയല്ലോ കാണാം. ഷോ മോനെ ഉൾട്ട പോന് മാത്രം ഇവിടെ എല്ലാം ഉൾട്ട പോന്. ഇതില്ലെങ്കിൽ ഒരു സെറ്റിങ് അപ്പുറം നമ്മൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരണം. ഇല്ല അങ്ങോട്ട് എന്തോ ബുദ്ധിമുട്ടാവും. പോകാനെല്ലാം കയറ്റം കീച്ചെല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ എന്താക്കി നീ ഒരു സെറ്റിങ് ആയിരിക്കും. ആ വൈബെല്ലാം കണ്ടില്ല. ഓ മഞ്ഞ് നല്ല മജ ഉണ്ട്. പോകുന്ന സൈഡിലിതാ ഉൾട്ട നമ്മുടെ സൈഡിലെ പോലെ അല്ല. ഓക്കെ, എത്തിക്കൊണ്ടേ വന്നല്ലേ. 800 എൻട്രി ആയിരിക്കുകയാണ്. ഓഹോ ഗൈസ്, ഞങ്ങൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ട് കുറച്ച് നടക്കണം. ജീപ്പ് കഴിഞ്ഞിട്ട് നല്ല മഞ്ഞും നല്ല ചെറുങ്ങനെ മയവും എന്ത് മജ എന്നറിയോ. ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു ഞമ്മക്ക് ക്ലൈമറ്റ് കിട്ടുമെന്ന്. എന്താ അൺഎക്സ്പെക്റ്റഡ് ചെന്നില്ലേ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കിട്ടിയ. നമ്മളെ അളിയാം, പിസത്തിന്റെ അളിയാം ഷുഹൈൽ ഭായ്. അപ്പോ ഇത് എങ്ങനെ ക്ലൈമറ്റ് അല്ലേ എങ്ങനെ? 800 നല്ല തണുപ്പ്. വയനാട് 800 അതന്നെ. ഞാൻ ഫ്രണ്ടിലേക്ക് സ്പീഡ് പോകുന്ന വിചാരിച്ചു. ഇതാ കണ്ടോളി 800 ഇത് സുമാഗിരി കാണിക്കുന്നത്. ഐ ലവ് 800. അപ്പോൾ ഇത് പണ്ടത്തെ പോലത്തെ മുളിൻ്റെ എല്ലാം പോരെ. ഇതാണ് 800 സ്പെഷ്യൽ. ഇവിടെ പോയിട്ട് വേണം കാണിക്കാൻ. ഇരുട്ടായില്ല.
ഗായ്സ് നല്ല മഴ വന്ന് മച്ചോടെ മച്ച എൻ ഊരു ഞങ്ങൾ നാട്ടിൽ കിട്ടാത്തൊരു മയം കിട്ടി ട്രിപ്പിൾ മാർക്കറ്റ് മയക്കിങ്ങനെ ഇതാക്കോ മജ പണ്ടത്തെ സ്കൂളിലേക്ക് വന്ന പോലെ കായുണ്ട് മുളിൻ്റെ മുടിയല്ല പെടുക്കാൻ നാച്ചു ഞങ്ങൾ പാടത്തിന് മിസ്സായി ശരി 800 എത്തിയ പിന്നെ അവന് ഫുൾ വൈബോടെ വൈബായിട്ട് ഏലല്ല പോയി കൊണ്ടു പോണ നാച്ചോട്ട് ബന്ദിര് നാച്ചോ ബന്ദിര് അപ്പൊ സൈഡ് നിൽക്കാവോ ആറ്റത്ത് പാറിക്കൊള്ളു ഭയങ്കര അപ്പൊ ഞങ്ങൾ എത്തി അവിടെ എത്തി അപ്പൊ 800 ഇതാ മുള്ളിയിൽ ഇങ്ങനത്തെ ആക്കിയതാ മുളയിലും മുള്ളിയിലും അതാ മജായിനി ടോട്ടലി മജായിനി എനക്ക് നല്ല മജായിനി മുള്ളിൻ്റെ ഗായ്സ് മജ ഓ മുള്ളിൻ്റെ പേര് അതിൻ്റെ ഉള്ളൊക്കെ പോക്കണം ഇപ്പൊ ഓ ഗായ്സ് മജ ഗോ എന്തായി ഇതെന്ത് പൂജ കേന്ദ്ര ഓ ഇതല്ലേ സെറ്റപ്പ് ആക്കിന്നല്ലേ അവിടെ പെർഫോമൻസ് ഉണ്ട് നമുക്ക് ടൈമെല്ലാം ഉണ്ട് ഷെഡ്യൂൾ ഉണ്ട് എത്ര കാമണിക്കൂർ മാത്രമേ അല്ലേ മോർണിംഗ് ഒരു സീസൺ ഉണ്ട് ആഫ്റ്റർനൂൺ ഒരു സീസൺ ഉണ്ട് അല്ലേ ഓക്കെ സെറ്റ് ഇതിനോട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അടിപൊളി ഉണ്ട് അല്ലേ എന്ത് ഒരു പണ്ടത്തെ ലൈഫ് അല്ലേ പണ്ടത്തെ ലൈഫ് അല്ലേ താമസിക്കണമെങ്കിൽ വന്ന് താമസിക്കാം അങ്ങനെ എല്ലാം ഉണ്ട് പണ്ടത്തെ ലൈഫ് ലൈഫ് ഇവിടെ സ്റ്റോക്കിന്റെ ഇതിന്റെ ഉള്ളിൽ എന്ത് നോക്കാം നെക്സ്റ്റ് ഹാല ഗൈസ് ഹാല ഒട്ടാസി മജ വൈബോടെ വൈബ് ഒരിക്കൽ വിസിറ്റ് ആക്കണം വയനാട് വന്നെങ്കിൽ മാത്രം ഇരിക്കാനായിട്ട് വയനാട് വരുന്നത് വയനാട് വന്നെങ്കിൽ കൂടെ ഒരിക്കൽ പറഞ്ഞ തന്നെ അപ്പോൾ ഇതെല്ലാം പണ്ടത്തെ ആൾക്കാരോടെ നിന്നോണ ആൾക്കാരാണ് അങ്ങനെ നമ്മളെ പണ്ടത്തെ ഗെയിം എന്ത് ഗെയിം എന്ത് ഗെയിം ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായിട്ട് കൊണ്ടോ നമുക്ക് അറിയാലോ എന്ത് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നതിന് അങ്ങനെ അയ്യോ പണ്ടത്തെ സ്റ്റൈൽ നോക്കിയാൽ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ പാത്രമെല്ലാം കണ്ടുകൊണ്ട് ആട് മേയിച്ചോണ്ടു ബെത്തെല്ലാം തിന്നോണ്ടു പിള്ളേരെ സാലെന്ന് വരുന്നത് കാത്തോണ്ടു അടയ്ക്ക കുത്തിക്കൊണ്ടു അല്ലേ പോയി പോയിട്ടിക്കൊണ്ടു അയ്യോ മുന്നേ ക്രിസ്മസ് എല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടു ഞാൻ ഇതേ സ്റ്റൈലിൽ ചെറിയൊരു ഉള്ളി ഇത് നമ്മളെ പണ്ടത്തെ ഇതെന്ത് ചേർ ഇതെല്ലാം ചേരാ എന്ത് അറിയാം ടോട്ടലായിട്ട് പണ്ടത്തെ സാധനം ചിമണി ഇത് ചട്ടി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടായി കംപ്ലീറ്റ് ആയി മയക്ക് ചണ്ടിയായിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിന് ഈ സംഭവം. നിങ്ങൾക്ക് ഇങ്ങനെ വേറോ ഒരിക്കൽ വന്നിട്ട് കാണേണ്ട പ്ലേസ് തന്നെ. ಮತ್ತೆ ഇങ്ങനത്തെ മഴ കിട്ടുമോ മഞ്ഞ് കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു മുളിയിട്ട പര കിട്ടു. വയനാട് വന്നിട്ട് 1 hour അല്ലടാ. എന്നൂർ ഓക്കെ. ഇതിനുള്ളൊക്കെ പോക്കണം ഇത് നോക്കണം എന്നിട്ട് നോക്കിട്ട് വരാം. നേരെ വന്നിട്ട് ഇതൊന്നും മിസ്സാക്കിയിരുന്ന വേണ്ട. അയ്യേ ഇത് മിസ്സാട്ടിടാ വന്നിട്ടില്ല. ഏയ്വാ ഇത് പണ്ടത്തെ ഇത് നോക്കല്ലോ മുന്നത്തെ എല്ലാം സാധനമല്ലോ. അയ്യോ കുരിയ ഇങ്ങനത്തെ എല്ലാം അറാ. ഇത് തൊട്ടിലോക്കല്ലോ പണ്ടത്തെ. ഓഹോ ഇത് അവിടെ ഊടെ വെക്കറാ. ഇത് മച്ചേനി അടുപ്പു. ഇത് മിസ്സായിട്ടില്ല വന്നിട്ടില്ല. ഇത് കായലല്ലോ നോക്കല്ലോ പണ്ടത്തെ അല്ലേ. അയ്യോ സെറ്റപ്പ്. ഇത് വന്നിട്ടില്ല മിസ്സായി. തൊട്ടിലു പുറത്തെ സൈഡ് പോയിരിക്കെ. പുറത്തെ സൈഡ് അയ്യോ നല്ല മജ ഉണ്ടോ. ബാക്ക് സൈഡ് കിച്ചൺ സൈഡ്
ഗൈസ് ചെല് ഞാൻ ആടിന് ഇറങ്ങുമെന്ന് ഒരു അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമെന്ന് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണ് നല്ല മഴ വന്ന് ചണ്ടിയായി താറ് വണ്ടി റിട്ടേൺ പോകുമ്പോ വേറെ ടോക്കൺ ആച്ചോ വരുമ്പോ 40 ബൈ ബൈ പോകുമ്പോ റിട്ടേൺ പോകുമ്പോ 8 നമ്പർ ടോക്കൺ അപ്പൊ ഒരാൾ തന്നെ പോയിക്കോളൂ ഒരാളല്ല ഒരു വണ്ടിയിൽ 8 ആൾ പോയിക്കോളൂ അപ്പൊ ഗൈസ് 800 കഴിഞ്ഞ് 800ത്തെ ബ്ലോഗ് കഴിഞ്ഞ് ഇക്കോ വയനാട്ടിലത്തെ 800ത്തെ ബ്ലോഗ് കഴിഞ്ഞ് അതാച്ചോ ബ്ലോഗ് കഴിഞ്ഞില്ലേ ഇനി നെക്സ്റ്റ് കൊടൈക്കനാൽ ഇൻഷാല്ല അപ്പോ നല്ല നല്ല വയനാട്ടില് മജയായി നല്ല ചണ്ടിയായി പൊളിച്ചായി അപ്പൊ നിങ്ങൾക്ക് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ കമന്റും ലൈക്കും മറക്കണ്ട ഓക്കെ ബൈ